അമ്മയ്ക്ക് അസുഖം എങ്ങനെയുണ്ട് കുട്ടപ്പാ? കുറവുണ്ട്. ഇന്നലെ മരുന്ന് വാങ്ങിക്കൊടുത്തു. എനിക്കൊരാശയുണ്ട്. എന്താ മോനെ? എനിക്കൊരു കമ്പിളിക്കുപ്പായം വാങ്ങണം. പുലർച്ചയുടെ തണുപ്പ് കൊണ്ട് സഹിക്കാൻ മേല. എന്ത് ചെയ്യാനാ മോനെ? എത്ര കുപ്പായത്തിനുള്ള കാശ എന്റെ ദീനത്തിന് മരുന്ന് വാങ്ങാൻ നീ ചെലവാക്കുന്നു? ഈ പ്രായത്തിലുള്ള കുഞ്ഞിനെ കഷ്ടപ്പെടുത്താനാണല്ലോ ഭഗവാനെ എന്റെ തലയിലെഴുത്ത്. അത് പിന്നെ അമ്മയെ വിഷമിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ ദിവസവും കുറച്ച് കാശ് സൂക്ഷിച്ചു വെക്കും. ഒരു കമ്പിളിക്കുപ്പായം മേടിച്ചിട്ട് തന്നെ ഇന്നത്തെ കാര്യം. ഉണ്ടാകും. അതെങ്ങനാ? വെളുത്താൽ എത്തുന്നവരെ വള്ളത്തിന് വെറുതെ ഇരിപ്പാ പണി. അരിക്കുള്ള കാശ് കൂടി കിട്ടുന്നില്ല. വഴിക്കാരേക്കാൾ ഇരട്ടിയാ വള്ളക്കാർ. പിന്നെങ്ങനാ? എല്ലാം ദൈവം തരും മക്കളെ. കുപ്പായവും തരുമോ? തീർച്ചയായും. ദൈവം വിചാരിച്ചാൽ എന്താ തരാൻ പറ്റാത്തത്? ദൈവം തന്നോട്ടെ. എന്തൊരു തണുപ്പ്. കുറച്ചേരം കൂടെ കിടക്കാം. കിടന്നാ പറ്റില്ലല്ലോ. മോനെ, നീ കുറച്ച് തല പോയി കൊണ്ടുവാ. വയ്യെങ്കിലും ഞാനൊരു പായ നെയ്തു തരാം. അത് കൊണ്ടുപോയി വെച്ച് നീ ഒരു മുണ്ട് വാങ്ങിച്ചു. എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത അമ്മയെ കൊണ്ട് പാണയിച്ച ഞാൻ മുണ്ട് വാങ്ങാൻ പോണേ? അങ്ങനെ എനിക്ക് മുണ്ടും വേണ്ട, ഉടുപ്പും വേണ്ട. ഞാൻ പോണു. ഈ മഞ്ഞൊന്ന് മാറിയിട്ട് പോയാൽ പോരെ മോനെ? നല്ല പനിയും പിടിച്ച് നീയും കടന്നു പോയാലോ? പനിയൊന്നും പിടിക്കില്ലമ്മേ. കടവിൽ ആൾക്കാർ വന്ന് കാത്തു നിൽക്കുന്നുണ്ടാകും. ഇനിയും താമസിച്ച മറ്റു വള്ളക്കാരെ വന്ന് കൊണ്ടുപോകും. എന്റെ കുഞ്ഞിനെ നീ കാത്തോളെ.
നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ ഓഷസിന് വെളിച്ചാരും സുപ്രഭാതം 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 എന്തൊരു തണുപ്പോ. അത്രയ്ക്കാണെങ്കിൽ കയറിക്കും. ഈ കൊച്ചു വെള്ളത്തിലോ ഈ മഞ്ഞത്ത് പൊങ്ങാൻ ഞങ്ങളില്ലാത്തേ. നീ പോകുന്ന എനിക്ക് കുറച്ചുകൂടെ ജീവിക്കണമെന്നുണ്ട്. മുങ്ങണത് എങ്ങനെയാ? തോടെ എന്റെ ജീവിതം ഞങ്ങളുടെ അല്ലേ. പൊന്നുമനെ വണ്ടി വിടുക. വലിയ വെള്ളമല്ലേ വരുന്നത്. കുറച്ചുകൂടെ കരക്കടുപ്പിച്ചൂടെ? ഇന്ന് ശകുനപ്പുഴയാണല്ലോ. നീയൊന്നും കടഞ്ഞ പോലെ കാണുന്നില്ലല്ലോ. സ്കൂളിന് നേരെ ഞങ്ങളൊന്ന് അത്തിരിക്ക് വിട്. എനിക്ക് പെട്ടെന്ന് കയറി. കുട്ടപ്പനുണ്ടോ സ്കൂളിലൊന്നും പോകാത്തത്? എടാ, അവന്റെ അച്ഛൻ നേരത്തെ മരിച്ചത്. അവന്റെ അമ്മയ്ക്ക് എന്നും അസുഖം. ഇത് വള്ളം കഴിഞ്ഞു കൊണ്ടുവരുന്ന കാശുകൊണ്ട് എന്റെ വീട്ടിൽ മരുന്നും ആഹാരവും വാങ്ങിക്കുന്നത്. കേട്ടിക്കോ. പിന്നെന്താ?
ഞാനിവിടെ അക്കരക്ക്. ആ അങ്ങനെ കൊടുക്കടി. അമ്മേ അമ്മേ, അമ്മ പറഞ്ഞ നേരം ദൈവം എനിക്ക് കമ്പിളി കുപ്പായം തന്നു. ഇത് കണ്ടു അമ്മേ, നല്ല ഒന്നാം തരം കമ്പിളി കുപ്പായം. ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ. എന്റെ മക്കളെ, എനിക്കിത് കണ്ടിട്ട് പേടിയാവുന്നു. എന്തിനാ അമ്മ പേടിക്കുന്നത്? എനിക്കിത് വേണ്ട. അമ്മ ഇതൊന്ന് തൊട്ടു നോക്കി അമ്മേ. നല്ല പഞ്ഞു പോലെ മിനുമിനാന്നിരിക്കുന്നു. മിനുമിനാന്ന് അത്ര മിനുമിനുക്കാൻ പറ്റും വേണ്ട. എനിക്ക് തൊട്ട് നോക്കുകയും വേണ്ട. ഇത് എവിടെ കിട്ടിയടാ? ദൈവം തന്നതാ വള്ളത്തിൽ നിന്ന്. ദാ ഇതില് പൊതിഞ്ഞു വെച്ചിരുന്നു. വള്ളത്തിന് ദൈവം കൊണ്ടുവെച്ചെന്നോ? അത് ദൈവമല്ല, പിശാച. എന്റെ കുഞ്ഞിനത് വേണ്ട. പിശാചോ? അമ്മ കണ്ടോ? ഇന്നലെ അമ്മയല്ലേ പറഞ്ഞത് ദൈവം തരുമെന്ന്? ഞാൻ പറഞ്ഞത് ഇങ്ങനെ തരുമെന്നല്ല. ദൈവം ഉടുപ്പും മുണ്ടും ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി ഓരോരുത്തർക്ക് കൊടുക്കാൻ കൊണ്ട് നടക്കുകയാണോ? നീ ഇതാ കവറിൽ തന്നെ ഇട്ട് ഇരുന്നിടത്ത് തന്നെ കൊണ്ടുവച്ചേരെ. ഇല്ലെങ്കിൽ നിന്നെ പോലീസ് വന്ന് പിടിക്കും. പിന്നെ ഈ അമ്മയ്ക്ക് ആരാ ഉള്ളത്? പൊന്നു മോനെ, അമ്മ പറയുന്നത് അങ്ങ് കേൾക്ക്. വള്ളത്തിൽ എന്തിനാ അമ്മയെ കൊണ്ടുവയ്ക്കുന്നത്? നമ്മുടെ കൂരെ തന്നെ വെച്ചേക്കാം. വഴിയിൽ നിന്ന് കിട്ടിയാലും ഈ അമ്മ ഇടാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് ഈ ഉടുപ്പ് വലുതായിരിക്കാം, എനിക്ക് അതിനേക്കാൾ വലുത് നീയാ. അതെ, നിനക്ക് കണ്ണാടിയിൽ നോക്കിയാലല്ലേ അതിന്റെ ഭംഗി അറിയാൻ പറ്റൂ. എനിക്കത് വേണ്ട. എന്റെ മോൻ ഇത് ചേരില്ല. വള്ളത്തിൽ കയറി യാത്രക്കാര് മറന്നു വെച്ചതായിരിക്കും. അവര് വന്ന് എടുത്തോണ്ട് പൊയ്ക്കോളൂ. ആ വള്ളമല്ലേടാ നിന്റെ ചോറ്. നിന്റെ ദൈവം ആ വള്ളമാണ്. നിന്റെ വള്ളത്തിൽ വെച്ച് സാധനം നഷ്ടപ്പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞ നിന്റെ ചോറ് മുട്ടില്ലേ?
തോണ്ടിരിക്കുന്നവൻ. എന്താ വിട്ടപ്പോ ഒരു പൊതി? നീ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരാൻ പറഞ്ഞു. ഇങ്ങനെ പോണെങ്കിൽ നീ കുറെ സമ്പാദിക്കാലോ. ഇത് ചോറൊന്നുമല്ല, ആരാണ്ട് മറന്നു വെച്ച് ഉടുപ്പാ. എന്നിട്ട് നീ എന്താ അതെടുത്ത് കാത്തത്? പോടാ അവിടെ നിന്ന്. ഇതിന്റെ ഉടനെ വരുമ്പോ കൊടുക്കണം. അയാൾ അങ്ങനെ അറിയുന്നത് ഇവിടെ ഇരിക്കുന്നെന്ന് തീർത്തേ. ഇത് ഇട്ടുകൊണ്ട് വീട്ടിൽ ചെന്നാലേ അമ്മ എന്നെ ചൂലെടുത്ത് തല്ലും. എന്നാലത് എനിക്കിതാ, നിനക്ക് വേണേ വല്ലാതെ തരാം. ഞാനിത് ആർക്കും കൊടുക്കുകയല്ല. നീ ഒരു മണ്ടൻ തന്നെ. മണ്ടനായിരിക്കും, പക്ഷെ ഞാൻ അമ്മയോട് നുണ പറയും. ഒരു നേരുകാരൻ. നീ വള്ളവന്റെ കടവിൽ വന്നോണ്ട് ഇവിടുത്തെ വള്ളക്കാരുടെ എല്ലാം വായില് മണ്ണായി. ഇവിടെ പാലം വരാൻ പോകുന്നു. ഓ വന്നോട്ടെ. അപ്പോ ഞാൻ ഈ തോണിച്ചിട്ട് ഇവിടെ ഒരു കട തുടങ്ങും. ചിലപ്പോ ഈ പൊയിൽ വല്ല പച്ചമുളക് വെറ്റിലായിരിക്കും. നേരത്തെ വെള്ളത്തിൽ കളാം. ആ വെള്ളത്തിലിട്ടാ നിനക്കെടുക്കാനോ അല്ലേ? നല്ല ബുദ്ധി. നീ എന്റെ പാട് നോക്ക്. ഒന്നും വേണ്ട, നോക്കൂലേ. നന്നാവത്തില്ല. എനിക്ക് വയ്യ ഈ പിശാചിന്റെ കുപ്പായം കൊണ്ട് നടക്കാൻ. ഞാനിതെടുത്ത് ആറ്റിക്കളയും. ഉടുക്കാൻ മുണ്ടുകൂടി ഇല്ലാത്ത കുട്ടി എങ്ങനെയാ ഒരു ഉടമസ്ഥനില്ലാത്ത കുപ്പായം കൊണ്ട് നടക്കുക? എന്നെ ഒന്ന് അത്ര വിടാമോ? കേൾക്കോളൂ. എന്താണ് പുതിയത്? ഈ പൊതിയിൽ എന്താണെന്ന് പറയുന്ന ആൾക്ക് കൊടുക്കാൻ 2 ദിവസമായി കൊണ്ടു നടക്കുന്നതാണ്. ഓഹോ, എന്നിട്ട് ആരും പറഞ്ഞില്ലേ? ഇതിന്റെ ഉടയം വരുമ്പോ പറയും. ഓ ആ, നീ അത് അഴിച്ചു നോക്കിയോ? എന്റെ വെള്ളത്തിലൊരു സാധനം കണ്ട ഞാൻ നോക്കണ്ടേ? ഇതിന്റെ ഉടയെന്ന് വന്നില്ലെങ്കിലോ? എന്റെ വെള്ളത്തിൽ നിന്ന് ആരെങ്കിലും കട്ടോണ്ട് പോണത് വരെ ഇതിവിടെ ഇരിക്കും. ഇത് പിശാച് കൊണ്ടുവച്ചതായതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ അമ്മ സമ്മതിക്കില്ല. പിശാചോ? ഞാനാ എന്റെ ഉടയൻ. 2 ദിവസം മുൻപ് ഞാൻ ഈ തോണി യാത്ര ചെയ്തിരുന്നു. എങ്കിൽ എന്താണ് പൊതിയിലെന്ന് പറഞ്ഞിട്ട് എടുത്തോളൂ. എന്റെ മോന് വേണ്ടി വാങ്ങിയ ഒരു കമ്പിളി കുപ്പായമാണ്. എടുത്തോളൂ. ഞാനത് നിനക്ക് തരട്ടെ. എനിക്കെന്തിനാ വല്ലവരുടെയും കുപ്പായം? അമ്മ എന്നെ കൊന്നുകളയും. ഞാനില്ലെങ്കിൽ പിന്നെ എന്റെ അമ്മയ്ക്ക് ആരാ ഉള്ളത്? എവിടാ നിന്റെ വീട്? അക്കരയാ, ആറ്റരികിൽ. ഇവിടുന്ന് കൂടിയാ കേൾക്കാം. നിന്റെ വീട്ടിൽ വേറെ ആരും? എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. പണ്ടെന്റെ അച്ഛൻ തുടങ്ങിയിരുന്ന വള്ളമാണിത്. ആ, ഞാൻ നിനക്കൊരു ജോലി തന്നാലും ഇതിനേക്കാൾ വരുമാനമുള്ളത്? എനിക്ക് എന്റെ അമ്മ ഒറ്റയ്ക്കാക്കി വരാൻ പറ്റില്ല. എനിക്ക് നിന്റെ വീടും നിന്റെ അമ്മയെ കൊണ്ട് കാണണം. എന്തിനാ? ആദ്യം നിന്റെ വീടെത്തട്ടെ, എന്നിട്ട് പറയാം.
കാണുന്നതാണ് എന്റെ വീട്. ഇതാ പിടിച്ചോളൂ. നീ നിന്റെ അമ്മയെ വിളിക്കും. സുഖമില്ലാത്ത അമ്മയ്ക്ക് എണീറ്റ് വരാൻ പറ്റില്ല. എന്റെ കൂലി വന്നാൽ മതി. ആരാ മോനെ അവിടെ? ഞാൻ നിങ്ങളുടെ മകന്റെ വള്ളത്തിലൊരു യാത്രക്കാരനാണ്. എന്റെ മകന് വേണ്ടി വാങ്ങിയ ഒരു കമ്പിളിക്കുപ്പായം കളഞ്ഞുപോയിന്ന് കരുതുക. നിങ്ങളുടെ മകന്റെ സത്യസന്ധത കൊണ്ട് എനിക്ക് തിരിച്ചു. ഞാൻ എന്റെ മകന് വേറെണ്ണം വാങ്ങി കൊടുക്കുകയും ചെയ്തു. നിങ്ങളുടെ മകന്റെ നേരിലുള്ള സമ്മാനമായി ഞാനിത് അവന് നൽകുന്നു. അവനോടിത് വാങ്ങാൻ പറയണം. മോനെ, ഇനി അത് വാങ്ങിച്ചോ. ഇപ്പോഴത് ദൈവത്തിന്റെ കുപ്പായമാണ്. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഇത്ര സത്യസന്ധതയുള്ള കുട്ടികൾ നാടിന് അഭിമാനമാണ്. മകനെ ഇങ്ങനെ വളർത്തുന്ന ഒരു അമ്മ. അമ്മേ, 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 നോക്കമ്മേ. എങ്ങനെയുണ്ടമ്മേ? പറയൂ അമ്മേ, എങ്ങനെയുണ്ടമ്മേ എന്റെ കുപ്പായം? എന്റെ പൊന്നു മോനെ,